ദുഷ്ടനാണ് സുഗ്രീവൻ. അതുകൊണ്ട് എന്ത് അതിക്രമവും അക്രമവും കാണിക്കാൻ യാതൊരു മടിയുണ്ടാവില്ല. അപ്പൊ തിരിച്ചു പോകണ്ട. അപ്പൊ എത്ര കാലമാണെങ്കിലും അതിനകത്ത് താമസിക്കാം. ഒരു ദിവ്യ നഗരിയാണ്, സകല സൗഭാഗ്യങ്ങളും ഉണ്ടവർ. അത്യന്തം രഹസ്യമായിട്ടുള്ള ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. രാമൻ സാധാരണ മനുഷ്യനല്ല. ഈ കഴുകൻ നമ്മളെയൊക്കെ കൊത്തി വിഴുങ്ങും എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ വെറുതെ മരിക്കാറായി. ഒരു പക്ഷിയാണെങ്കിലും മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം കൊണ്ട് അവന് മുക്തി തന്നെ ലഭിച്ചു. സമ്പാദി അതങ്ങോട്ട് കേട്ട സമയത്ത് വാനര ഭാഷിതം കേട്ട് സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു കർണപീയൂഷ സമാനമം വാക്കുകൾ ചൊന്നതായിരുന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യം ഇങ്ങു വരുവിൻ ഭയപ്പെടായേതുമേ. സ്വസ്ഥനായിട്ടുള്ള സമ്പാദി ആ സീതാദേവിയെ കുറിച്ചുള്ള വൃത്താന്തം പറഞ്ഞു തുടങ്ങി. എന്റെ സഹോദരനെ കൊന്ന ദുഷ്ടനെ ഏത് വിധത്തിലും വധിക്കുക തന്നെ വേണം. അതിലെനിക്ക് ഭിന്നാഭിപ്രായം ഇല്ല. നിങ്ങൾ എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും കടൽ താണ്ടണം. എന്റെ ചിറകുകൾ നഷ്ടപ്പെട്ടു. ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. നമസ്കാരം സാർ. നമസ്തേ. അധ്യാത്മരാമായണത്തെ അധികരിച്ചുള്ള അങ്ങയുടെ ഈ കഥാകഥനത്തിൽ നമ്മൾ സ്വയംപ്രഭാ സ്തുതിയും സ്വയംപ്രഭാ ഗതിയും വരെയുള്ള ഭാഗം നമ്മൾ പറഞ്ഞു തീർത്തിരുന്നു. ഇനി കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്ത് എത്തി. ഇതിലേറ്റവും പ്രധാനമായിട്ട് സമ്പാദ്യവാക്യവും സമുദ്രലംഘന ചിന്തയും അംഗദാദികളുടെ സംശയവുമൊക്കെയാണ് വരുന്നത്. അങ്ങ് ആ ഭാഗം ഒന്ന് ജനം ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? വാനര സമൂഹം സീതാദേവിയെ അന്വേഷിച്ച് നടക്കുക. സുഗ്രീവ ആജ്ഞയാണ്, 1 മാസത്തിനകം കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു ഭാവാത്മകമായ ഒരു ഉത്തരം കൊണ്ടേ വരാവൂ. അല്ലാതെ വന്നു കഴിഞ്ഞാൽ തല പോവും. അപ്പോ ദേവിയെ കണ്ടെത്താൻ സാധിക്കാതെ എത്ര നാൾ കഴിഞ്ഞു പോയി എന്ന് പോലും അവർക്ക് നിശ്ചയില്ല. കാരണം അവർ ഈ ഒരു സ്വയംപ്രഭയുടെ ആ ഒരു ദിവ്യ ലോകത്തില് അവിടെയൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് എത്ര ദിവസങ്ങൾ കഴിഞ്ഞു എന്ന് അവർക്ക് തന്നെ നിശ്ചയില്ല. അപ്പോൾ 1 മാസം കഴിഞ്ഞിരിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോ സീതാദേവിയെ കണ്ടെത്താൻ സാധിച്ചതുമില്ല. അപ്പോൾ അത്യന്തം ദുഃഖിതനായിട്ട് അംഗദൻ തൻ്റെ വാനരന്മാരോട് ബന്ധുക്കളോട് പറഞ്ഞു, ഇനി എങ്ങനെ തിരിച്ചു പോവും? തിരിച്ചു പോയാൽ തല പോവും. പ്രത്യേകിച്ച് സുഗ്രീവനാണ്. എന്നെ ഇഷ്ടമല്ല. സുഗ്രീവൻ ചിന്തിക്കുകയാണ്, എന്നെ ഇഷ്ടമേ അല്ല. അപ്പൊ പിന്നെ രാജാജ്ഞ അനുസരിക്കാതെ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ വധം ഉറപ്പാണ്. എന്റെ നേർക്ക് അല്ലെങ്കിൽ തന്നെ സുഗ്രീവന് ദേഷ്യമാണ്. രാമചന്ദ്രനാണ് എന്നെ രക്ഷിച്ചത്. അംഗദൻ പറയാണ് രാമചന്ദ്രനാണ് എന്നെ രക്ഷിച്ചത്. അപ്പോ മാതൃതുല്യായിട്ടുള്ള ജ്യേഷ്ഠത്തി അമ്മയെ പ്രാപിക്കുന്ന ദുഷ്ടനാണ് സുഗ്രീവൻ. അതുകൊണ്ട് എന്ത് അതിക്രമവും അക്രമവും കാണിക്കാൻ യാതൊരു മടിയുണ്ടാവില്ല. അതുകൊണ്ട് എന്നെ കൊല്ലും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാനെന്തായാലും തിരിച്ചു വരുന്നില്ല. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം. അംഗദൻ ഇത് കൂടെയുള്ള വാനര പ്രമുഖരോട് പറയാണ്. പക്ഷെ ഹനുമാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് ഹനുമാൻ അംഗദൻ ഇങ്ങനെ കരഞ്ഞ് സങ്കടപ്പെട്ട് പറയുന്നത് വാനരന്മാര്, തുല്യ ദുഃഖിതരായുള്ള വാനരന്മാർ കേട്ടപ്പോൾ സമാധാനിപ്പിച്ചു. ഇങ്ങനെ കരയരുത്, ഞങ്ങള് നിന്നെ രക്ഷിക്കും. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഗുഹയ്ക്കുള്ളിൽ പോയിട്ട് നമുക്ക് അവിടെ സുഖമായിട്ട് താമസിക്കാം. അപ്പൊ തിരിച്ചു പോകണ്ട. അപ്പോൾ എത്ര കാലമാണെങ്കിലും അതിനകത്ത് താമസിക്കാം. ഒരു ദിവ്യ നഗരിയാണ്, സകല സൗഭാഗ്യങ്ങളും ഉണ്ട് അവിടെ. അവിടെ ഇല്ലാത്തതൊന്നുമില്ല. കഴിക്കാനും കുടിക്കാനും രസിക്കാനും ഒക്കെ ഉണ്ട്.
എന്ന് പറഞ്ഞപ്പോ അവരുടെയൊക്കെ മനോഗതം മനസ്സിലാക്കി നയതന്ത്രജ്ഞനായിട്ടുള്ള ഹനുമാൻ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്ന എന്തൊരു ദുർവിചാരമാണ്. ഇങ്ങനെയൊന്നും ഒരിക്കലും നമ്മുടെ രാജാവിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കർത്തവ്യത്തെക്കുറിച്ചും നമ്മൾ ഇങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. തെറ്റാണ് നിങ്ങൾ ചിന്തിച്ചത്. പിന്നെ രാമന് ഏറ്റവും പ്രിയപ്പെട്ടവനല്ലേ നീ, അംഗദനോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ലക്ഷ്മണനേക്കാളും നിന്നോട് വാത്സല്യമാണ് രാമചന്ദ്രസ്വാമിക്ക്. നിന്റെ സാമർഥ്യവും ഒക്കെ രാമന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നിന്നോടുള്ള പ്രേമത്തിന് യാതൊരു കുറവും ഉണ്ടാവുകയില്ല, സംശയിക്കുക വേണ്ട. പിന്നെ നിനക്ക് ആ രാമനിൽ നിന്ന് ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. പിന്നെ സുഗ്രീവൻ പരമഭക്തനാണ്, ആരോടും അദ്ദേഹത്തിന് വിരോധമൊന്നുമില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കുക. പിന്നെ നിന്റെ അഭ്യുദയം ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് അറിവില്ലാത്ത പലരും, പല വാനരന്മാരും പലതും പറയും, നിന്നെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ആയിട്ട് അവർ പലതും പറയും. അവിടെ ആ ഗുഹയ്ക്കുള്ളിൽ പോയിട്ട് സുഖമായിട്ട് കുടിച്ചും രസിച്ചും കഴിയാമെന്നൊക്കെ അവർ പറഞ്ഞില്ലേ. അതൊക്കെ അറിവില്ലാത്തവർ പറയുന്നതാണ്. നീ അതിലൊന്നും ഇളകിപ്പോകരുത്. ഈ വാനരന്മാര് നിന്നോട് പറഞ്ഞതൊന്നും ഒരു കാരണവശാലും നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല. പിന്നെ ഈ 3 ലോകങ്ങളിലും രാമബാണത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലമില്ല. അഭേദ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. അല്പബുദ്ധികൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ചില മണ്ടത്തരങ്ങള്, ദുർബോധനകള് ഒന്നും നീ വിശ്വസിക്കാൻ പാടില്ല. ആപത്ത് വന്നെടുക്കുന്ന കാലത്ത് നല്ല ആൾക്കാർ പറയുന്നത് ചിലപ്പോൾ ഒന്നും വിശ്വാസത്തിൽ എടുത്തില്ല എന്ന് വരും. കാരണം നമുക്കൊരാപത്ത് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മള് സജ്ജനങ്ങളുടെ വാക്കുകളെ പോലും നമ്മള് ചിലപ്പോ കേട്ടില്ല എന്ന് വരും. അത് നമ്മുടെ ഒരു കഷ്ടകാലം അങ്ങനെയാ. അപ്പോ കഷ്ടകാലത്ത് ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോ ആപത്ത് വന്നെടുത്തിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. ഇത് കേട്ടിട്ടുണ്ട് ധാരാളം. ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീത ഭാവവും ദേവദ്വിജകുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വച്ചൊരു വൈരവും വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ എന്നൊക്കെ ആഞ്ജനേയനാണ് ആ അംഗദനെ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് അത്യന്തം രഹസ്യമായിട്ടുള്ള ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. രാമൻ സാധാരണ മനുഷ്യനല്ല, സാക്ഷാൽ മഹാവിഷ്ണുവാണ്, ശ്രീമൻ നാരായണനാണ്. സീതാദേവി മഹാമായയാണ്. ലക്ഷ്മണൻ ഈ ലോകത്തിൻ്റെ ആധാരനായിരിക്കുന്ന അനന്തനാണ്. അതുകൊണ്ട് ഭഗവാൻ നാരായണൻ ലോകരക്ഷയ്ക്കായിട്ട് ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ട സമയത്ത് ഭൂമിയുടെ ഭാരം കുറയ്ക്കാനായിട്ട് ദുഷ്ട നിഗ്രഹത്തിനൊക്കെ ആയിട്ട് സൂര്യവംശത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആ ശ്രീമൻ നാരായണന്റെ ആജ്ഞപ്രകാരം ഭൂമിയിൽ വന്ന് അവതരിച്ച ദേവന്മാരാണ്. അതുകൊണ്ട് പറയുക, നമ്മളൊക്കെ പണ്ട് തപസ് ചെയ്ത് മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിച്ചില്ലേ, പ്രത്യക്ഷപ്പെടുത്തിയില്ലേ. അപ്പോ നമുക്ക് സേവകന്മാരുടെ ഒരു റോള്, ഒരു പദവി നമുക്ക് തന്നനുഗ്രഹിച്ചതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സേവിച്ച് വൈകുണ്ഠ ലോകത്തിലേക്ക് എത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോ അംഗദനെ ആശ്വസിപ്പിച്ചു. പിന്നെ സീതാദേവി അന്വേഷിച്ച് വിന്ധ്യാവനങ്ങളിൽ ഒക്കെ നടന്നു. ഒടുവിൽ ദക്ഷിണ സമുദ്രത്തിന്റെ തീരത്ത് മഹേന്ദ്രഗിരിയുടെ താഴ്വരയിൽ എത്തി. മറുകര കടക്കാൻ നിവൃത്തിയില്ല. മറുകര കടക്കാൻ പ്രയാസമുള്ള അഗാധമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള സമുദ്രം കണ്ടപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു, ദുഃഖിതരായി. ഇനി എന്തു ചെയ്യും? ആ ഗുഹയ്ക്കുള്ളിൽ കിടന്ന പരിഭ്രാന്തരും ദുഃഖിതരമായിട്ട് നമ്മൾ കഴിഞ്ഞുകൂടി. അതിനിടയിൽ 1 മാസം കടന്നുപോയി. സീതാദേവിയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. രാവണൻ ഒരിടത്തും കണ്ടതുമില്ല. സുഗ്രീവന്റെ ശിക്ഷകളോ ദാക്ഷിണ്യമില്ലാത്ത ശിക്ഷകളുമാണ്. അവൻ നമ്മളെയൊക്കെ വധിക്കും. സുഗ്രീവന്റെ വധശിക്ഷ ഏറ്റുവാങ്ങുന്നതിനേക്കാൾ ഇവിടെ പട്ടുകിടന്ന് വരിക്കുന്നതാണ്.
എന്നൊക്കെ ആ വാനര സമൂഹം ചിന്തിച്ചു. പല വിധത്തിലും ഒക്കെ അവരിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ക്ഷിപ്രം പുറത്ത് പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ള ഒരു ദൃഢപ്രവരനും സമ്പാദി. പൃഥ്വീധരപ്രവരോ തുംഗരൂപനായ ദൃഷ്ട്വാ പരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞിതു ഗൃധ്ര കുലാധിപൻ. അപ്പോ മഹേന്ദ്ര പർവ്വതത്തിലെ ഗുഹയ്ക്കുള്ളില് പടുവൃദ്ധനായിട്ടുള്ള ഒരു കഴുകൻ പുറത്തേക്ക് വന്നു. ആ വാനര സമൂഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ചിറകുകളില്ലാത്ത എനിക്ക് ദൈവം ഇത്ര പെട്ടെന്ന് ഇത്രയേറെ ഭക്ഷണം എത്തിച്ചു തന്നല്ലോ. ഭാഗ്യം തന്നെ. മുൻപേ മരിക്കുന്നതിനെ ഓരോ ദിവസവും തൃപ്തിയോടെ ഭക്ഷിക്കാൻ ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടിയിരിക്കുകയാണ്. അപ്പോ വാനരന്മാരതങ്ങോട്ട് കേട്ടപ്പോ പേടിച്ച് പറച്ചു. കാരണം അവരുടെ കാര്യം പോക്കാണെന്ന് അവർക്ക് തോന്നി. ഈ കഴുകൻ നമ്മളെയൊക്കെ കൊത്തി വിഴുങ്ങും എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ വെറുതെ മരിക്കാറായി. വിധിയെ തടുക്കാൻ ആർക്കും സാധ്യമല്ല. കർമ്മദോഷത്തെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും? ശ്രീരാമദേവന്റെ കാര്യം സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റിയോ? അതുമില്ല. അദ്ദേഹത്തിന് ഹിതം സംഭവിച്ചില്ല. നമ്മൾ മഹാഭാവികളായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മരണം. നിർമ്മലനായിട്ടുള്ള ധർമ്മിഷ്ഠനായിട്ടുള്ള ജടായുവിൻ്റെ നന്മകള് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അവന്റെ പുണ്യം മറ്റാർക്കെങ്കിലും ഉണ്ടാവൂ? ശ്രീരാമന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ത്യജിച്ച ആ ശ്രീരാമദേവന്റെ പാദകമനങ്ങളിൽ തന്നെ ചേർന്നു ആ ജടായു. ഒരു പക്ഷിയാണെങ്കിലും മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം കൊണ്ട് അവന് മുക്തി തന്നെ ലഭിച്ചു. വാനരന്മാര് ജടായുവിനെ കുറിച്ച് പരസ്പരം പറയുന്നതൊക്കെ ആര് കേൾക്കുക? സമ്പാദി കേൾക്കുക. അപ്പോ സമ്പാദി അതങ്ങോട്ട് കേട്ട സമയത്ത് വാനര ഭാഷിതം കേട്ട് സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു കർണപീയൂഷ സമാനമം വാക്കുകൾ ചൊന്നതായിരുന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യം ഇങ്ങു വരുവിൻ ഭയപ്പെടായേതുമേ. നിങ്ങള് ആരെക്കുറിച്ചായി പറയുന്നത്? ജടായു എന്ന് ആരോ നിങ്ങൾ പറഞ്ഞല്ലോ. വരൂ കേൾക്കട്ടെ. നിങ്ങള് പരസ്പരം എന്താ പറയുന്നത്? വരൂ, നിങ്ങളാരും ഭയപ്പെടണ്ട, വരൂ. അപ്പോ അംഗദൻ സമ്പാദിയുടെ അടുക്കലേക്ക് ചെന്നു. രാമപാദത്തെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പണ്ട് സൂര്യവംശനായിട്ട് ദശരഥ മഹാരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പുത്രനായിട്ട് രാമനായിട്ട് അവതരിച്ച സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു സഹോദരനായിട്ടുള്ള ലക്ഷ്മണനോട് കൂടിയിട്ട് സീതയോട് കൂടിയിട്ട് വനവാസത്തിനായിട്ട് കാട്ടിൽ വന്നു. അപ്പോൾ രാവണൻ, അതിദുഷ്ടനായിട്ടുള്ള രാവണൻ രാമന്റെ ഭാര്യയെ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി. അപ്പോൾ രാമലക്ഷ്മണന്മാരെ പിരിഞ്ഞ സീതാദേവി മുറവിളി കൂട്ടിയത് കേട്ട് ഭക്ഷ്യശ്രേഷ്ഠനായിട്ടുള്ള ജടായു ചെന്ന് രാവണനെ എതിർത്തു. അപ്പോൾ രാവണനെ എതിർത്ത് യുദ്ധം ചെയ്തു. ആ പക്ഷിയെ കൊണ്ട് വശം കെട്ടു രാവണൻ. അവസാനം നിവൃത്തിയില്ലാതെ ചന്ദ്രഹാസം എന്ന വാളെടുത്ത് ജടായുവിൻ്റെ ചിറകരിഞ്ഞു. അങ്ങനെ പെടഞ്ഞു വീണു. പക്ഷേ ഭർത്താവിനെ കണ്ട് ആ വിവരങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ നിനക്ക് മരണം സംഭവിക്കൂ എന്ന് സീത ആ ജടായുവിനെ അനുഗ്രഹിച്ചു. അപ്പോ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് രാമനെ കണ്ട് വൃത്താന്തമെല്ലാം പറഞ്ഞതിന് ശേഷം ജടായു ജീവൻ വെടിഞ്ഞു. ശ്രീരാമൻ അപ്പോ അങ്ങനെ ആ രാമസായുജ്യം നേടിയ ജടായുവിന്റെ കഥ അഗ്നിസാക്ഷിയായിട്ട് പിന്നെ ആ രാമൻ സുഗ്രീവനോട് സഖ്യം ചെയ്തു. ഭാര്യയെ വധിച്ച സുഗ്രീവന് ആ രാജ്യം തന്നെ രാമൻ നൽകി. പിന്നീട് ബാലരാജാവായിട്ടുള്ള സുഗ്രീവൻ സീതാദേവിയെ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് ഞങ്ങളെല്ലാം ചുമതലപ്പെടുത്തി. ഞങ്ങള് എല്ലാ സ്ഥലത്തും അന്വേഷിച്ച് എവിടെയും കണ്ടില്ല. 30 ദിവസത്തിനകം മടങ്ങി എത്തിയില്ലെങ്കിൽ വധശിക്ഷയാണ്. സീതാദേവിയെ കണ്ടെത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോ എത്ര ദിവസം കഴിഞ്ഞു പോയി നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളൊരു പാതാള ലോകത്ത് ദിവ്യ ലോകത്തിലൊക്കെ ചെന്ന് പെട്ടിരുന്നു.
അതുകൊണ്ട് ഇപ്പോ മരിക്കാം, സീതയെ കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് ഇനി മരണമാണ് ആശ്രയം എന്ന് പറഞ്ഞ് ദർഭ വിരിച്ച് മരിക്കാൻ ഒരുമ്പെട്ടപ്പോഴാണ് അങ്ങയെ കണ്ടുമുട്ടിയത്. സീതയെക്കുറിച്ച് അങ്ങേക്ക് വല്ല വിവരവും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഞങ്ങളുടെ അവസ്ഥയാണ്, സത്യസ്ഥിതിയാണ് ഞങ്ങളിപ്പോ പറഞ്ഞത് എന്ന് ആര് പറഞ്ഞു? അംഗദാദികള് ഈ സമ്പാദിയോട് പറഞ്ഞു. അപ്പോ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനായിരുന്നു ജടായു. എൻ്റെ സഹോദരനാണ് ജടായു. ഞങ്ങള് തമ്മിൽ കണ്ട് പിരിഞ്ഞിട്ട് കുറെ കാലമായി. അനേകായിരം വർഷങ്ങൾ കൂടിയിട്ടാണ് ഇന്ന് ഞാൻ ജടായുവിനെ കുറിച്ച് കേൾക്കുന്നത്. നിങ്ങൾ എന്നെ എടുത്തിട്ട് ആ വെള്ളത്തിനടുത്ത് കൊണ്ടുപോയിട്ട് എൻ്റെ സഹോദരന് വേണ്ടിയിട്ടുള്ള ഉദകക്രിയകളൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കണം. നിങ്ങൾക്ക് ഞാൻ ഉറപ്പായിട്ടും വാക് സഹായം നൽകാം. അപ്പൊ തന്നെ സമ്പാദിയെ പൊക്കിയെടുത്ത് കടൽക്കരയിൽ കൊണ്ടുചെന്ന് വെച്ചു. കടലിൽ കുളിച്ച പ്രിയ സഹോദരന് വേണ്ടിയിട്ട് ആ തിലകം, ആ തിലാഞ്ജലി എന്ന് പറയുമല്ലോ, ആ ജലാഞ്ജലി അർപ്പിച്ചു കഴിഞ്ഞപ്പോ ഉത്തമന്മാരായിട്ടുള്ള വാനരന്മാർ സമ്പാദിയെ വീണ്ടും എടുത്ത് പഴയ സ്ഥാനത്ത് എത്തിച്ചു. സ്വസ്ഥനായിട്ടുള്ള സമ്പാദി ആ സീതാദേവിയെക്കുറിച്ചുള്ള വൃത്താന്തം പറഞ്ഞു തുടങ്ങി. സമുദ്രമധ്യത്തിലെ ത്രികൂട പർവ്വതത്തിന്റെ മുകളിലായിട്ട് ലങ്കാ നഗരിയുണ്ട്. അവിടെയുള്ള അശോകവനത്തിലെ രാക്ഷസ സ്ത്രീകളുടെ മധ്യത്തിലായിട്ടാണ് ഇപ്പൊ സീതാദേവിയുള്ളത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 യോജന ദൂരമുണ്ട്. കഴുകനായതുകൊണ്ട് എനിക്ക് അവിടം വരെ എനിക്ക് നേരെ കാണാൻ പറ്റും. എങ്ങനെയാണത് മനസ്സിലാക്കുന്നത്? എനിക്ക് അത്രയും ദൂരം എനിക്ക് കാഴ്ചയുണ്ട്. അതുകൊണ്ട് ഈ ദൂരം എനിക്ക് കാണാം. പക്ഷേ ഈ ദൂരം താണ്ടാൻ കഴിവുള്ളവൻ ആരാണോ അവൻ സീതാദേവിയെ കണ്ടിട്ട് വരും. എൻ്റെ സഹോദരനെ കൊന്ന ദുഷ്ടനെ ഏത് വിധത്തിലും വധിക്കുക തന്നെ വേണം. അതിലെനിക്ക് ഭിന്നാഭിപ്രായം ഇല്ല. നിങ്ങൾ എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും കടൽ താണ്ടണം. രാമചന്ദ്രൻ വന്നിട്ട് രാവണനെ കൊല്ലും. ഇതാണ് അതിനുള്ള ഉപായം, വേറെ വഴിയൊന്നുമില്ല. 100 യോജന വിസ്താരമുള്ള സമുദ്രം പ്രയത്നിച്ച് ചാടിക്കടന്ന് ലങ്കാപുരിയിൽ എത്തി സീതയെ കൊണ്ട് കണ്ടിട്ട് സംസാരിച്ചിട്ട് തിരിച്ചിക്കരയിലേക്ക് വരണം. ആ വരുന്ന കാര്യം നമുക്ക് ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ചിന്തിക്കാം എന്ന് വാനരന്മാർ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അവർ പരസ്പരം സംസാരിച്ചു. അപ്പോ സമ്പാദി വാനരന്മാരോട് തൻ്റെ അപൂർവ കഥ പറഞ്ഞു കൊടുക്കുക. ആരായിരുന്നു ഞാനും അനിയനാരാ? ജടായു. ആ ജടായുവും കൂടി പണ്ട് അഹങ്കാരത്തോടു കൂടിയിട്ട് കരുത്തും വേഗവും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മത്സരിച്ച് മേലോട്ട് പറന്നു. എവിടം വരെ? സൂര്യമണ്ഡലം വരെ. ആ മണ്ഡലത്തോളം ഞങ്ങൾ പറന്നു പൊങ്ങി. സൂര്യരശ്മികളുടെ ആ ചൂടേറ്റിട്ട് ഞങ്ങൾ തളർന്നു പരവശരായി. അനിയന്റെ ചിറകിൽ തീ പിടിച്ചത് കണ്ടപ്പോൾ അവനെ രക്ഷിക്കാനായിട്ട് ഞാൻ ചിറകിനടിയിലാക്കി. ഞാൻ ചിറക് കഴിഞ്ഞ് നിലംപതിച്ചു. അപ്പോൾ അങ്ങനെ പക്ഷികൾക്ക് സ്വന്തം ചിറകുകളാണല്ലോ ആശ്രയം. വിന്ധ്യാപർവ്വതത്തിന്റെ കൊടുമുടിയിൽ അന്ധനായി വീണ ഞാൻ 3 ദിവസം അവിടെ തന്നെ കിടന്നു. ജീവൻ ബാക്കിയിരുന്നത് കൊണ്ട് ഉണർന്നപ്പോൾ ചിറകുകളില്ലാതെ ദിക്കും ദേശവും അറിയാൻ പറ്റാതെ ഞാൻ ആ പുണ്യം കൊണ്ടാണോ ഭാഗ്യം കൊണ്ടാണോ നിശാകരൻ എന്ന ഒരു താമസന്റെ പുണ്യ ആശ്രമത്തിലെത്തി. മഹർഷി എന്നെ കണ്ടപ്പോ മുൻ പരിചയം കൊണ്ട് ചോദിച്ചു, സമ്പാദി നീ എന്തേ വിരൂപനായത്? ആരാ ഇതിന്റെ കാരണം? വളരെ കരുത്തനായിട്ടുള്ള നിന്റെ ചിറക് ദഹിച്ചു പോകാൻ എന്തേ? അപ്പൊ ഞാൻ കഥകളൊക്കെ പറഞ്ഞു. അപ്പോ എൻ്റെ ചിറകുകൾ നഷ്ടപ്പെട്ടു. ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. അപ്പോൾ മഹർഷി ദയവോടുകൂടി പറഞ്ഞു, സത്യം പറയാം, കേട്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിനക്ക് പ്രവർത്തിക്കാം. കാരണം ഈ ദുഃഖങ്ങൾക്കെല്ലാം കാരണമെന്ന് പറയുന്നത് ശരീരമാണ്. ശരീരമാകട്ടെ കർമ്മഫലമായിട്ടുണ്ടാകുന്നതാണ്. അവരവരുടെ കർമ്മഫലത്തിനനുസരിച്ചാണ് പട്ടിയും പൂച്ചയും പെരിച്ചാഴിയും ഒക്കെ ആയിട്ട് ജനിക്കുന്നതും മരിക്കുന്നതും. ശരീരം, അതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന ഞാൻ എന്ന ഭാവം, അതിനാണല്ലോ അഹങ്കാരം എന്ന് പറയുന്നത്. ആ അഹങ്കാരം കൊണ്ട് മോഹത്താൽ കർമ്മങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യും. അങ്ങനെ ആ അവിദ്യ
നമ്മളെ നയിക്കുന്ന അവിദ്യയാണ്. ആ അവിദ്യയിൽ നിന്ന് അഹങ്കാരം ഉണ്ടാകുന്നു. അത് ആ ചിത് സ്വരൂപത്തിന്റെ ഛായയോട് ചേർന്ന് നിലകൊള്ളുന്നു. അപ്പോ ചുട്ടുപഴുപ്പിക്കപ്പെട്ട ഇരുമ്പ് കട്ടയില് അഗ്നി ഉണ്ടായിരിക്കുന്നത് പോലെ അഹംഭാവത്തിന് ശരീരവുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നത് കൊണ്ട് ചേതനയുള്ളവനായി തീരുന്നു. അതുകൊണ്ട് ഈ ശരീരം തന്നെയാണ് ഞാൻ, ഈ ശരീരമാണ് ഞാൻ എന്നുള്ള തെറ്റിദ്ധാരണ, ആ ഒരു തെറ്റിദ്ധാരണയാണ് ഈ നമ്മളെ കർമ്മങ്ങൾ ഒക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് കർമാനുഷ്ഠാനം ചെയ്ത് അതിൻ്റെ ഫലങ്ങളാൽ ബദ്ധനായിട്ട് മോഹിച്ച് ഈ ജനന മരണ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജഡനേ ശയനം ഇങ്ങനെയുള്ളതായിട്ട് ഈ ഒരു സംസാരം, ഈ സംസാര ക്ലേശങ്ങളിൽപ്പെട്ട് നട്ടം തിരിയാണ്. അതുകൊണ്ട് അങ്ങനെ എത്രയോ കാലം കടന്നു പോവുകയാണ്. പുണ്യപാപങ്ങളുടെ ഫലമായിട്ട് ആ സഞ്ചാരം, മേൽപോട്ടും കീഴ്പോട്ടുള്ള സഞ്ചാരം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു ജീവൻ ഉദരത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് രീതിയിലാണ് പിന്നെ വളർന്ന് വലുതാകുന്നത് എന്നും, പിന്നെ ഒരു ബീജമായിട്ട് സ്ത്രീയുടെ യോനിയിൽ പതിക്കുന്ന ഒരു ജീവൻ ക്രമത്തിൽ എങ്ങനെയാണ് ഒരു ഗൈനക്കോളജിസ്റ്റിന് പോലും പറയാൻ പറ്റാത്ത അത്രയും സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സമ്പാദി പറയുന്നത്. ഭാഗവതത്തിലും ഇത് കപിലോപദേശത്തിൽ കാണാം. അപ്പൊ അങ്ങനെ ആ ദിനംപ്രതി ആ വളരുന്ന മാതൃഗർഭത്തിലെ ആ ഒരു കുഞ്ഞിന്റെ വളർച്ച ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അസംഖ്യം യോനികളിൽ ജനിച്ച് എത്രയോ കർമ്മങ്ങൾ അനുഭവിച്ച് എത്ര പുത്രന്മാര്, എത്ര ഭാര്യമാര്, എത്രയോ ബന്ധുക്കള്, ഇതിങ്ങനെയാണ് വീണ്ടും നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും. ഒരു ജീവന്റെ ഗതി എന്താണ് എന്നാണ് ഇവിടെ സമ്പാദി പറയുന്നത്. അതുകൊണ്ട് മഹാവിഷ്ണുവിനെ അല്ലാതെ മറ്റാരെയും ഞാൻ ഒരിക്കലും പൂജിക്കുകയില്ല. ഇങ്ങനെ ഒരു മാതൃഗർഭത്തിലെ കഷ്ടത അനുഭവിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഭഗവാനോട് പ്രതിജ്ഞ ചെയ്യാം, കാരണം എനിക്കിനിയും ഈ ഒരു മലീമസമായ ഗർഭപാത്രത്തിലേക്ക് വരാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ഭഗവാനെ തന്നെ ധ്യാനിച്ചോളാം എന്നൊക്കെ പ്രതിജ്ഞ ചെയ്യാം. ഇതൊക്കെ അതേപോലെ ഭാഗവത്തിലുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രതിജ്ഞ ചെയ്ത് ഭഗവാനെ സ്തുതിച്ചു. പക്ഷേ തിരിച്ച് ആ പ്രസൂതി വാദത്തിലൂടെ, ആ വായു സമ്മർദ്ദത്തിലൂടെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കോ അതുവരെ ചെയ്ത എല്ലാ പ്രതിജ്ഞയും മറന്നു. പിന്നെ വീണ്ടും ബാലസ്താവത് ക്രീഡാസക്ത, തരുണസ്താവത് തന്മീരുക്ത, വൃദ്ധസ്താവത് ചിത്താസക്ത, പരമേ ബ്രഹ്മണി കോപിനസക്ത, പുനരപി ജനനം. ഇതിങ്ങനെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള ആ ഒരു ഉപദേശം, അല്ലെങ്കിൽ ആ ഒരു ജീവന്റെ ഗതിയെക്കുറിച്ച് വളരെ ഗംഭീരമായിട്ട് അവിടെ ആര് പറഞ്ഞു? സമ്പാദി പറഞ്ഞു. എന്നിട്ട് ആ സമ്പാദിയോട് മഹർഷി പറയുന്ന അല്ലേ, സമ്പാദി അവിടെ ചെന്ന് ഈ ഒരു കഷ്ടതകളൊക്കെ അനുഭവിച്ച സമയത്ത് ആ സമ്പാദിയോട് മഹർഷി പറയുന്ന നിശാകരൻ എന്ന താപസൻ ഉപദേശിക്കുന്നതാണ്. അങ്ങനെ നിശാകരൻ എന്ന താപസൻ ഉപദേശിച്ചിട്ട് പറഞ്ഞു, ത്രേതായുഗത്തിൽ മഹാവിഷ്ണു രാമനായിട്ട് ദശരഥപുത്രനായിട്ട് അവതരിക്കും, ദാശരഥ ശ്രേഷ്ഠനെ വധിക്കും, ഭക്തജനങ്ങൾക്ക് മുക്തി നൽകും. അതാണ് അവതാരോദ്ദേശം. അപ്പോ ദണ്ഡകാരണത്തിൽ താമസിക്കുന്ന സമയത്ത് രാവണൻ സീതയെ അപഹരിക്കുന്നതും, സീതാദേവി അന്വേഷിച്ചിട്ട് വാനരരാജാവിന്റെ ആജ്ഞ കൊണ്ട് വാനര സമൂഹം ദക്ഷിണ സമുദ്രത്തിന്റെ തീരത്ത് വരും. അവിടെ യാദൃച്ഛികമായിട്ട് നിനക്ക് വാനരന്മാരെ കാണാം. നീ സീത വസിക്കുന്ന സ്ഥലം ദയവോട് കൂടിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതങ്ങോട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ ഈ ചിറകുകൾ തനിയെ മുളച്ചു വരും എന്ന് നിശാകര മുനി അന്ന് തന്നെ പറഞ്ഞിരുന്നു. ആ നിശാകര മഹർഷി പറഞ്ഞത് വിശ്വസിച്ചു. പുത്തനായിട്ട് ചിറക് മുളച്ചു. വിചിത്രം. അങ്ങനെ ആ മഹർഷിമാരുടെ വാക്കുകൾ സത്യമല്ലാതാവുകയില്ല. ശ്രീരാമ കഥാമൃതത്തിന്റെ മഹത്വം നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ആ രാമനാമാമൃതത്തിന് തുല്യമായിട്ട് മറ്റൊന്നും തന്നെ ലോകത്തിൽ ഇല്ല.
അതുകൊണ്ടിതാ എൻ്റെ ചിറക് വീണ്ടും മുളച്ചു എന്ന് പറഞ്ഞ് ആ സീതയുടെ അടുത്തെത്താനുള്ള വഴികളെല്ലാം പറഞ്ഞു കൊടുത്ത് ചിറക് മുളച്ച സമ്പാദി അവിടെ നിന്നും ആ ആകാശത്തിലേക്ക് പറന്നു പോയി എന്നവിടെ പറഞ്ഞു. പിന്നീട് വാനരന്മാര് കൗതുകത്തോടു കൂടിയിട്ട് ആ സമുദ്രത്തിന്റെ മുന്നിൽ അവിടെ എത്തി. കാരണം ഈ സമുദ്രം കടന്നിട്ടാണ് ഇനി എവിടെ പോകേണ്ടത്? ലങ്കയിലേക്ക് പോകേണ്ടത്. അപ്പൊ ഈ സമുദ്ര ലംഘനത്തിന് ഇപ്പൊ എന്താ വഴി? അംഗദൻ പറഞ്ഞു, ഏറെ കരുത്തും വേഗമുള്ള ശൂരന്മാരല്ലേ, ശക്തിയും പരാക്രമമുള്ളവരല്ലേ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമുദ്ര തരണം ചെയ്യാൻ എന്താണ് വഴി? അത് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോ ആർക്കാണ് എത്ര യോജന ചാടാൻ സാധിക്കും? അവരവർക്ക് ഉള്ള കഴിവ് പറയാം. അപ്പോൾ പരസ്പരം നോക്കി ആരും ഒന്നും പറയുന്നില്ല. ഓരോരുത്തരും അവരവരുടെ കഴിവ് സ്വയം ചിന്തിച്ചിട്ട് പറയണം. അപ്പോൾ വാനൻ പറഞ്ഞു, 10 യോജന വരെ ഞാൻ ചാടാം, 20 യോജന, 30 യോജന, 40 യോജന, 60, 70, 90 യോജന വരെയായി. പക്ഷെ കടൽ എത്രയുണ്ട്? കടൽ 100 യോജന വിസ്തൃതി. ഇക്കൂട്ടത്തിൽ ആരും ഈ കടൽ കടക്കാനാവില്ല എന്ന് ഉറപ്പായി. അപ്പൊ ജാമ്പവാൻ പറഞ്ഞു, പണ്ട് ത്രിവിക്രമനായിട്ടുള്ള മഹാവിഷ്ണു മായാരൂപിയായിട്ട് വന്ന് 3 ലോകങ്ങളും 3 അടി അളന്നെടുത്തപ്പോൾ എൻ്റെ ചെറുപ്പകാലമായിരുന്നു. അന്ന് ഞാൻ പെരുമ്പറയടിച്ച് ഒറ്റക്കുതിപ്പിന് 21 തവണ ഭൂമിയെ ചുറ്റി വന്നു. 10 നിമിഷം കൊണ്ട് മഹാവിഷ്ണുവിന് 21 തവണ പ്രദക്ഷിണം വെച്ചു. പക്ഷെ ഇന്ന് ഞാൻ പടുവൃദ്ധനായി. എനിക്ക് വയ്യ, കടൽ താണ്ടാൻ പോലും ആവില്ല. അപ്പോ അംഗദ പറഞ്ഞു, അങ്ങോട്ട് ചാടാൻ എനിക്ക് കഴിയും, പക്ഷേ വീണ്ടും ഇങ്ങോട്ട് ചാടാൻ എനിക്ക് പ്രയാസം, മറ്റാർക്കും കഴിയില്ല. അങ്ങേക്ക് ഇത് കഴിയുമെങ്കിലും വൃദ്ധനായ അങ്ങയെ വൃദ്ധന്മാരയക്കൂല്ല. അവരിൽ ആരെങ്കിലും കരുത്തുള്ളവരുണ്ടാവും. ആർക്കും ഇതിന് കഴിവില്ലെങ്കിൽ നമുക്കിവിടെ ഉപവാസം അനുഷ്ഠിച്ച് മരിക്കാം. അപ്പൊ ജാമ്പവാൻ പറഞ്ഞു, ഹനുമാൻ എന്താ മിണ്ടാതിരിക്കുന്നത്? ഹനുമാൻ എന്താ മിണ്ടാതിരിക്കുന്നത്? ഇക്കാര്യത്തിൽ യോഗ്യനായിട്ട് നിന്നെ അല്ലാതെ മറ്റാരെയും ഞാൻ കാണുന്നില്ല. ദക്ഷായണിയുടെ ഗർഭത്തിൽ പിറന്ന സാക്ഷാൽ പരമേശ്വരന്റെ ബീജമാണ്. വായുപുത്രൻ എന്നുള്ള പേരുമുണ്ട്. വായുവിനോളം ബലം വേഗവുമുണ്ട്. കേസരിയെ വധിച്ച് ദുഃഖമില്ലാതാക്കിയ കേസരി എന്ന വാനരശ്രേഷ്ഠന് അഞ്ജനയിൽ പിറന്ന സത്വഗുണപ്രധാനനായിട്ടുള്ള കെങ്കേമനാണ് നീ. ഉദിച്ചു വരുന്ന തുടുതുടുത്ത സൂര്യബിംബം കണ്ടിട്ട് എന്തോ നല്ലൊരു പഴമാണ് എന്നും വിചാരിച്ച് ആ പഴുത്ത പഴമാണെന്ന് കരുതിയിട്ട് ഭക്ഷിക്കാൻ അടുത്തു ചെന്ന വീരനാണ് നീ. അപ്പൊ ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് വീണു. ദുഃഖിതനായിരിക്കുന്ന വായുദേവൻ നിന്നെയും കൊണ്ട് പാതാളത്തിൽ പോയത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ ത്രിമൂർത്തികളും 33 കോടി ദേവകളും നാരദാദികളായിട്ട് ദേവർഷിമാരൊക്കെ പ്രത്യക്ഷപ്പെട്ട് നിന്നെ അന്ന് അനുഗ്രഹിച്ചതാ. പ്രളയകാലത്ത് പോലും നിനക്ക് മരണമുണ്ടാകാതിരിക്കട്ടെ. ആ വരത്തിനൊരു മാറ്റമില്ല. വേദമൂർത്തികളായിട്ടുള്ള ദേവതകൾ അന്ന് പറഞ്ഞു, കീഴ്ത്താടിയിൽ വജ്രമേറ്റ് മുറിവ് പറ്റിയതുകൊണ്ട് ഹനുമാൻ എന്ന് നിനക്ക് പേര്. അതൊക്കെ നീ മറന്നോ? വാനന്മാരൊക്കെ ഉണ്ടായിട്ടും മോതിരം തന്നു നിന്റെ കയ്യിലല്ലേ? അതെന്തിനാണ് എന്ന് ചിന്തിച്ചോ? എടോ, നിന്റെ വീര്യവും ബലവും വേഗവും ഒക്കെ ആ ശ്രീരാമൻ അറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ നിന്റെ കയ്യിൽ മോതിരം ഏൽപ്പിച്ചത്. അത്രയും പറഞ്ഞപ്പോൾ ഹനുമാൻ ചാടി എഴുന്നേറ്റു. അത്യന്തം ഗർവോട് കൂടിയിട്ട് ആ പ്രപഞ്ചമാകെ കുലുങ്ങുന്ന രീതിയിൽ ആ സിംഹനാദം മുഴക്കി. മഹാബലിയുടെ മുന്നിൽ പണ്ട് വാമനൻ വളർന്നതുപോലെ പർവ്വതാകാരനായിട്ട് കൊണ്ട് വളർന്നു. ഈ സമുദ്രം താണ്ടി ക്ഷണനേരം കൊണ്ട് ലങ്കാപുരിയെ ഭസ്മമാക്കി ഞാൻ രാവണന്റെ വംശവിച്ഛേദം വരുത്തി സീതാദേവിയെ കൊണ്ട് തിരിച്ചു വരാം. അല്ലെങ്കിൽ രാവണനെ ബന്ധിച്ച് ഇടതു കൈയിലും 3 കുടിമുടികളോടുകൂടിയ ലങ്കാനഗരിയെ വലതു കൈയിലും എടുത്ത് രാമന്റെ പദത്തിൽ സമർപ്പിച്ച് നമസ്കരിക്കാം. രാമദേവന്റെ മോതിരം കൈവശമുള്ളതുകൊണ്ട് എനിക്കതിന് സാധിക്കും. ഹനുമാൻ പറഞ്ഞു കേട്ടപ്പോൾ ജാമ്പവാൻ സന്തോഷത്തോടെ കൗതുകത്തോടെ പറഞ്ഞു, നീ പോയി ദേവിയെ കണ്ടിട്ട് സീതാദേവിയെ കണ്ടിട്ട് തിരിച്ചു വരും, നിനക്കത് സാധിക്കും. രാവണനോട് എതിരിടുന്നത് പിന്നീടാവാം, ഇപ്പോൾ സീതാദേവിയെ കണ്ടിട്ട് തിരിച്ചു വരും.
രാമൻ രാവണനെ വധിക്കും. ആ സമയത്ത് നിനക്ക് പരാക്രമമൊക്കെ കാണിക്കാം. ആകാശമാർഗത്തിലൂടെ പോകുന്ന നിനക്ക് വിഘ്നമില്ലാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. നിനക്ക് മംഗളം ഭവിക്കട്ടെ. നിനക്ക് വായുദേവൻ കൂടെയുണ്ട്. നീ രാമകാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിനക്കൊരു വിഘ്നം ഉണ്ടാവില്ല. വാനരസമൂഹം വേഗം പോയി വരുമെന്ന ആശീർവാദത്തോടെ നിർദ്ദേശിച്ചു. ഹനുമാൻ ആ മഹേന്ദ്രഗിരിയുടെ ആ ഉത്തുംഗ ശിഖരത്തിലേക്ക് കയറി. ആ ഗരുഡനെ പോലെ ഇങ്ങോട്ട് ശോഭിച്ചു. മാരുതദേവനുമുണ്ടരികേ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്ത് കപികുലമാശു പോകുന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. യുദ്ധം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടെ ഇരുന്നിതക്കാലമേ. കിളിപ്പാട്ടല്ലേ? തത്ത ഇത്രയും പറഞ്ഞു നിർത്തി. സാർ, അപ്പോൾ നമ്മൾ കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞു. സമ്പാദ്യവാക്യവും സമുദ്രലംഘന ചിന്തയും അങ്ങ് വളരെ മനോഹരമായി തന്നെ ജനം ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങയുടെ കഥാകഥനം വളരെ സുന്ദരമായിട്ട് പറഞ്ഞു. വളരെ നന്ദി. നമസ്കാരം. നമസ്തേ.